സേമിയ വെച്ചാണ് ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അതിനായി കുറച്ച് കപ്പലണ്ടി എടുക്കുക, കശുവണ്ടി ഇതെല്ലാം ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിൽ മാറ്റി വെക്കുക. ബാക്കിയുള്ള എണ്ണയിൽ കുറച്ച് കടുകും ജീരകം പിന്നെ സവാളയൊക്കെ ഇട്ട് വഴറ്റിയെടുക്കുക. ഇതിൽ വേണമെങ്കിൽ ഇഞ്ചി പച്ചമുളക് ഇതിടാം. ഞാനത് ഇട്ടിട്ടില്ല. ഞാൻ പച്ചമുളകിന് പകരം ഉണക്കമുളകാണ് എടുത്തേക്കണത്. പച്ചമുളക് ഉണക്കമുളക് ഇതിലേതെങ്കിലും എടുക്കാം. ഈ സവാള ചെറുതായിട്ട് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് സേമിയ വറുക്കാൻ വേണ്ടി ഇടാം. ആദ്യം തന്നെ സേമിയ വേകാൻ ആവശ്യമുള്ള വെള്ളം നമുക്ക് തിളപ്പിച്ചെടുക്കാം. അത് വേറൊരു പാത്രത്തിൽ ആവശ്യത്തിനുള്ള, ഇപ്പോൾ ഞാനത് 1 ഗ്ലാസ് സേമിയ എടുത്തേക്കണത്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് തിളപ്പിക്കാൻ വെക്കുക. സവാള വഴന്ന ശേഷം അതിലേക്ക് സേമിയ ഇടുക. സേമിയ ഇട്ട് ചെറുതായി തീ കുറച്ച് വെച്ച് ചെറുതായി ഇങ്ങനെ ഇളക്കി സേമിയ ചെറിയ പീസുകളായിട്ട് നുറുക്കിയാൽ നമുക്ക് ഇളക്കാൻ സുഖമായിരിക്കും. അപ്പോൾ ചെറിയ ചെറിയ പീസുകളാക്കി നുറുക്കിയെടുക്കണം. ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി അത് സേമിയയുടെ കളറും മാറി വരുമ്പോൾ, ചെറുതായിട്ടൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് തിളപ്പിച്ച് വെച്ചേക്കണ വെള്ളം ഒഴിക്കാം. സേമിയയുടെ പാകത്തിനുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ ആ സേമിയയുടെ ഒപ്പം തന്നെ കുറച്ച് ഒരേ ലെവലായിട്ട് നിൽക്കുമ്പോഴായിരിക്കും സേമിയ വെന്ത് കിട്ടാനുള്ള ശരിക്കും ഉള്ള പാകം. സേമിയ അതിൽ മുങ്ങിക്കിടക്കണം. അത് ഒരേ ലെവലിലായിരിക്കണം നിൽക്കേണ്ടത്. കൂടുതൽ വെള്ളവും ആകാൻ പാടില്ല, അപ്പോൾ കുഴഞ്ഞു പോകും. അതുകൊണ്ട് വെള്ളം കറക്റ്റായിരിക്കണം. ഒരേ ലെവലിൽ തന്നെ നിൽക്കണ വിധത്തിലുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടാൽ ടേസ്റ്റ് കൂടും. അതുകൊണ്ട് ഇപ്പോൾ എടുക്കണതനുസരിച്ച് ഞാൻ 2 സ്പൂണാണ് ഇതിൽ പഞ്ചസാര ഇട്ടേക്കുന്നത്. 4 പേർക്കുള്ളതൊക്കെ 2 സ്പൂണൊക്കെ മതിയാവും. 2 സ്പൂൺ പഞ്ചസാര ഇടാം. പിന്നെ ടേസ്റ്റ് കൂടാൻ വേണ്ടി കുറച്ച് തേങ്ങ ആവശ്യത്തിന് ഇടുക. വെള്ളം പറ്റി കഴിഞ്ഞ് ചെറുതായിട്ട് ഇങ്ങനെ ഡ്രൈ ആയി തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് വേപ്പില ഇട്ടിട്ട് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് വറുത്ത് വെച്ചേക്കണം കപ്പലണ്ടിയും കശുവണ്ടിയും അതിൻ്റെ മുകളിലോട്ടിട്ട് നമുക്കത് വിളമ്പാം. കപ്പലണ്ടിയും കശുവണ്ടിയും കൂടുതലിടണമെങ്കിൽ കൂടുതലിടാം. ലാസ്റ്റ് പൊമഗ്രാനേറ്റും കൂടി വേണമെങ്കിൽ ഇട്ട് അലങ്കരിച്ച് അത് നമുക്ക് പാത്രത്തിൽ വിളമ്പാം.